ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന കേക്കാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. സോ എങ്ങനെയാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത് നമുക്ക് നോക്കാം. ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ വീഡിയോയിലോട്ട് പോവാം. കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ കാരമലൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതൊരു പാനിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് അതൊന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക. അധികം അങ്ങോട്ട് കരിഞ്ഞ് പോകരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കും ആ ഒരു കരിഞ്ഞൊരു ചുവ ഉണ്ടായിരിക്കും. ലൈറ്റ് കളറായിട്ട് വരുന്ന ഒരു സമയത്തോട്ട് നമുക്ക് ഏകദേശം ഈ ഒരു കളർ മതി. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നന്നായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും വരിക. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി എല്ലാ പ്രിപ്പറേഷൻസ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു കാരമലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷുഗർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. അപ്പം നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്നത് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഒരു സമയം മാത്രം അരിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. പിന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഗ്രാമ്പും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുത്ത് അത് ഒരു ഭാഗത്തേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മൾ കേക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. എല്ലാം നമ്മൾ ഓരോ ഭാഗത്തായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അത് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അത്യാവശ്യം ടൈം എടുത്ത് നന്നായിട്ട് പൊങ്ങി വരുന്ന അത്രയും സമയം നമ്മൾ ഈ ഒരു മുട്ട നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ കയ്യിലൊരു ബീറ്റർ ഇല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. ഏകദേശം ഇത്രയും അളവിൽ നമുക്ക് ആ ഒരു മുട്ട അത് ബീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയാണ് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഓവർ ബീറ്റ് ആവാതെയും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റംസും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാരമലൈസ് ചെയ്ത് ഷുഗർ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവും. ഇതും കൂടെ ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ കേക്കിൻ്റെ ആ ഒരു കളർ തന്നെ മാറിയിട്ടുണ്ടായിരിക്കും. ഒരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തോട്ടും ഒന്ന് മിക്സ് ആക്കി ഒരു ഫൈനൽ ബീറ്റിംഗ് ആണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ഇനി നമ്മുടെ കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്ത പഴമാണെങ്കിൽ അത്രയും നല്ലതാണ്. സോ ഞാനതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലോട്ട് തന്നെയാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ ഒരു പഴം കൂടെ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ സ്പാച്ചുല വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ഇനി വിസ്കിൻ്റെയോ ബീറ്ററിൻ്റെയോ ആവശ്യമില്ല. നമ്മൾ കൈ കൊണ്ട് തന്നെ ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം നേരത്തെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എപ്പോഴും ഓവർ മിക്സിങ് ആവാതെ സൂക്ഷിക്കുക കേട്ടോ. അങ്ങനെ 2 തവണ ഞാൻ ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നത് കേട്ടോ. ഈ ഒരു മിക്സിങ് കൂടെ കഴിയുമ്പോഴത്തേനും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. നമുക്ക് സിമ്പിളാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈസി കേക്കാണ് കേട്ടോ ബനാന കേക്ക്. നേരത്തെ അരച്ചു വെച്ച മൈദയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഇതുപോലെ കാഷ്യൂ നട്ട്സ് ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ഈ ഒരു ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് എന്തിനാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഈ ബാറ്ററിലോട്ട് ഇടുന്ന സമയത്തോട്ട് അത് അടിയിലോട്ട് മാത്രം നിൽക്കാതെ മൊത്തമായിട്ട് സ്പ്രെഡായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് മൈദയിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് കട്ടിയുള്ള പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതിലേക്ക് ഞാൻ A4 ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വീണ്ടും ഞാൻ മൈദയിൽ മിക്സ് ചെയ്തിരിക്കുന്ന കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ്.
സോ അതിനുശേഷം നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന ഒരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. കട്ടിയുള്ള പാത്രം എടുത്താൽ മതി. ഞാനിവിടെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നമ്മൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഒരു 15 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു 1 അവറൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ കേക്ക് ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാനിതാ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കേക്ക് ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. കുറേ മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു കേക്കൊക്കെ ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ വീണ്ടും റെസിപ്പീസ് എല്ലാം നോക്കി ഞാൻ ഉണ്ടാക്കിയതാണ്. എന്തായാലും അടിപൊളി കേക്കായിരുന്നു. നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്കും ഇതുപോലെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ വേണ്ടിയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം. സോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.